വാൽപ്പാറ പോലെയുള്ള കൊടും വളവുകളും കുത്തനെയുള്ള ഇറക്കങ്ങളുമുള്ള ചുരങ്ങളിൽ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട ഒന്നാണ് ബ്രേക്ക് ഫേഡിംഗ്. പലപ്പോഴും വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്ന ഈ പ്രതിഭാസം എന്താണെന്നും ഇതെങ്ങനെ തടയാമെന്നും ഓരോ ഡ്രൈവറും അറിഞ്ഞിരിക്കണം. എന്താണ് യഥാർത്ഥത്തിൽ ബ്രേക്ക് ഫേഡിംഗ്? ചുരമിറങ്ങുമ്പോൾ തുടർച്ചയായി ബ്രേക്ക് ഉപയോഗിക്കുന്നത് വഴി ബ്രേക്ക് പാഡുകളും ഡിസ്കും അമിതമായി ചൂടാകുന്നു. ഈ അമിതമായ ചൂട് കാരണം ബ്രേക്കിന്റെ ഘർഷണം ഫ്രിക്ഷൻ കുറയുകയും ഒരു ഘട്ടത്തിൽ ബ്രേക്ക് ഒട്ടും പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതിനെയാണ് ബ്രേക്ക് ഫേഡിംഗ് എന്ന് വിളിക്കുന്നത്. ബ്രേക്ക് ചവിട്ടുമ്പോൾ സ്പോഞ്ച് പോലെ തോന്നുകയോ അല്ലെങ്കിൽ ബ്രേക്ക് ഒട്ടും പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യുന്നത് ഇതിന്റെ ലക്ഷണമാണ്. ബ്രേക്ക് ഫേഡിംഗ് ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എഞ്ചിൻ ബ്രേക്കിംഗ് ഉപയോഗിക്കുന്നത് നല്ല ഡ്രൈവിംഗ് രീതിയാണ്. ചുരമിറങ്ങുമ്പോൾ ബ്രേക്കിനെ മാത്രം ആശ്രയിക്കാതെ എഞ്ചിൻ ബ്രേക്കിംഗ് രീതി ശീലിക്കുക. അതായത് വണ്ടി ഏത് ഗിയറിലാണോ മല കയറിയത് അതേ ഗിയറിൽ തന്നെ ഇറങ്ങാനും ശ്രമിക്കുക. താഴ്ന്ന ഗിയറുകളിൽ വണ്ടി ഇറങ്ങുമ്പോൾ എഞ്ചിൻ തന്നെ വണ്ടിയുടെ വേഗത നിയന്ത്രിക്കും. ഇതിലൂടെ ബ്രേക്കിന് നൽകേണ്ടി വരുന്ന അമിത ജോലി ഒഴിവാക്കാം. വണ്ടി പൂർണ്ണമായും സ്വയം നിയന്ത്രിതമായ വേഗത്താൽ ഇറക്കമിറങ്ങുന്നത് അപകടങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. തുടർച്ചയായി ബ്രേക്ക് ചവിട്ടി പിടിച്ചുകൊണ്ട് വാഹനം ഇറക്കമിറക്കരുത്. പകരം വേഗത കുറയ്ക്കാൻ ആവശ്യമുള്ളപ്പോൾ മാത്രം ബ്രേക്ക് ഉപയോഗിക്കുക. വേഗത കുറഞ്ഞാൽ ഉടൻ ബ്രേക്ക് റിലീസ് ചെയ്യുക. ഇത് ബ്രേക്ക് പാഡുകൾക്ക് തണുക്കാനുള്ള സമയം നൽകുകയും എഫിഷ്യന്റ് ആയ ബ്രേക്കിംഗ് നൽകുകയും ചെയ്യുന്നു. ഒരു കാരണവശാലും ന്യൂട്രലിൽ വണ്ടി ഓടിക്കരുത്. ഇന്ധനം ലാഭിക്കാനായി പലരും ചുരമിറങ്ങുമ്പോൾ വണ്ടി ന്യൂട്രലിലാക്കാറുണ്ട്. ഇത് അതീവ അപകടകരമാണ്. വണ്ടി ന്യൂട്രലിലാക്കിയാൽ എഞ്ചിനും ഗിയർ ബോക്സും തമ്മിലുള്ള ബന്ധം നഷ്ടമാവുകയും വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും വണ്ടിക്ക് അമിത വേഗത ഉണ്ടാവുകയും ഇത് ബ്രേക്കിന് വലിയ സമ്മർദ്ദം നൽകുകയും ബ്രേക്ക് ഫേഡിങ്ങിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ബ്രേക്ക് ഓയിൽ കൃത്യമായി പരിശോധിക്കണം. ബ്രേക്ക് ഓയിലിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുക. ഗുണനിലവാരം കുറഞ്ഞതോ പഴകിയതോ ആയ ഓയിൽ പെട്ടെന്ന് തിളയ്ക്കുകയും ബ്രേക്ക് പരാജയപ്പെടാൻ കാരണമാവുകയും ചെയ്യുന്നു. ബ്രേക്ക് പാഡുകളും ഓരോ ദീർഘദൂര യാത്രയ്ക്ക് പോകുമ്പോഴും പരിശോധിക്കുക. ബ്രേക്ക് പാഡുകൾ തേഞ്ഞു തീർന്നാൽ ഒട്ടും ബ്രേക്ക് കിട്ടാത്ത അവസ്ഥയുണ്ടാകും. നീളമേറിയ ചുരങ്ങളാണെങ്കിൽ ഇടയ്ക്ക് വണ്ടി സുരക്ഷിതമായ ഒരിടത്ത് ഒതുക്കി നിർത്തി ടയറുകൾക്കും ബ്രേക്കിനും തണുക്കാൻ സമയം നൽകുക. ബ്രേക്ക് ചൂടായി പുക വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിലേക്ക് വെള്ളം ഒഴിക്കരുത്. തെർമൽ എക്സ്പാൻഷൻ ഉണ്ടായി ഡിസ്ക് പൊട്ടിപ്പോകാൻ കാരണമാകും. വാൽപ്പാറ ദുരന്തം നമുക്ക് നൽകുന്ന പാഠം വലുതാണ്. ഇറക്കങ്ങളിൽ അമിത വേഗത ഒഴിവാക്കി ശരിയായ ഡ്രൈവിംഗ് രീതികൾ പിന്തുടർന്നാൽ ഇത്തരം അപകടങ്ങൾ നമുക്ക് ഇല്ലാതാക്കാം. ഓർക്കുക, നിങ്ങളുടെ ഒരു ചെറിയ ശ്രദ്ധ വലിയൊരു അപകടം ഒഴിവാക്കിയേക്കാം.